ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ്. സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയേക്കുവാണ്. ചിറ്റയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അബിയുണ്ട്, ഏട്ടാപ്പുണ്ട്. അമ്മു കല്യാണത്തിന് വരുന്നില്ല എങ്കിലും അവിടെ നിപ്പുണ്ട്. കുഞ്ഞാവയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ കല്യാണത്തിന് ഒരുങ്ങാൻ പോകണം. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വീഡിയോ ഉണ്ടാകത്തില്ല ചോറ് വിളമ്പുന്നതിൻ്റെ. കാരണം ഞങ്ങൾ കല്യാണ സ്ഥലത്ത് സദ്യ ഉണ്ടെങ്കിലായിരിക്കും. അല്ലേ അമ്മേ? അല്ലേ ചിറ്റേ? ചിറ്റയെ കണ്ടോ? ചിറ്റ നല്ല പിങ്കിഷ് ലേഡി ആയിട്ട് ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിരിക്കുകയാണ്. മിക്കവരും ഓണക്കോടിയാണ്. അമ്മയുടെ ഓണക്കോടിയല്ല, ഏട്ടാപ്പൂവിൻ്റെ ഓണക്കോടിയല്ല, അവരതിട്ടില്ല. പിന്നെ അച്ഛൻ തേണ്ട അച്ഛൻ്റെ ഓണക്കോടിയാണ്. അച്ഛൻ ഒരു ഹായ് പറഞ്ഞേച്ചാ. ഹായ്. അപ്പം നമുക്ക് കല്യാണത്തിന് പോകാം. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. നമ്മളെവിടെ പോകുവാടാ? ചാച്ച പോണ്ടേടാ. ഞങ്ങള് പൊച്ചനൂര് പൊക്കിയിട്ട് ഞങ്ങള് ചാച്ച പോവാ. ചേച്ചിമാരെ ചേച്ചന്മാരെ ഞങ്ങള് ചാച്ച പൊക്കോണ്ടിരിക്കുന്ന കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാരും ഉണ്ട്. അച്ഛൻ പറഞ്ഞേ ഓടുന്ന വണ്ടിയെ ഫോൺ നോക്കല്ലേ, ഛർദിക്കുവേ. ആരെ വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടോ? എല്ലാരും ഉണ്ട്, ഫുള്ളി കംപ്ലീറ്റഡ്. എല്ലാവരും കൂടെ കല്യാണത്തിന് പോവാണ്. ഉച്ചക്കത്തെ നമ്മൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് അവിടുത്തെ വീഡിയോ ഭക്ഷണം ഇടും. അതാ കാണിക്കുന്നത്. ഞങ്ങളെല്ലാരും സന്തോഷത്തോടെ കണ്ടില്ല. ഞങ്ങളുടെ കുഞ്ഞാപ്പിക്ക് പുത്തനെടുപ്പാ. കുഞ്ഞാപ്പിക്ക് ശങ്കരാടിയുടെ കളസമാണ്. ഞങ്ങളുടെ പൊട്ടനെടുപ്പ് കണ്ടോ? എല്ലാരും കൂടെ പോവാണ്. ഞങ്ങളാണോ അച്ഛൻ ഫോണേ നോക്കുക? അച്ഛൻ ഫോണല്ല, അച്ഛൻ വെളിയിരുന്ന് പോവാ. അർജുനെ കാണിച്ച് ഹായ് വെച്ച അർജുനെ. ചിറ്റയുടെ മോനാണേ വീഡിയോയില്. അവൻ പറഞ്ഞ അവനെ കാണുമ്പോ പറഞ്ഞ അച്ഛാ അച്ഛോ ഫോണ് നോക്കല്ലേ. വണ്ടി ആയിരിക്കുമ്പോഴോ ആയോനെ ആണോ? അച്ഛനും അമ്മയും ഭയങ്കര പ്രണയത്തിലാണെന്നാ പറയുന്നത്. എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാ വെച്ചാ? ഒന്നുകൂടെ പാടിക്കേ. അച്ഛന്റെ പാട്ടാ. തിരുവോണത്തിന് അച്ഛൻ പാടുന്നതായിരിക്കും. അച്ഛൻ്റെ അമ്മ ഡ്യുവറ്റ് ഇടും. ബ്യൂട്ടിഫുൾ കാഴ്ച ഗൈസ്. അതിലേക്ക് പോകാതെടി ശ്രീരാമൻ വന്ന് കേറിയ വഴിയെ ഉദ്ദേശിച്ചത് ആണോ? എന്റെ പപ്പി രാമൻ ശ്രീരാമൻ വന്ന് കയറിയാ പാപ്പ വിശ്വസിച്ച്. അങ്ങനെ ചിലവരൊക്കെ അങ്ങനെ പറയത്തില്ല. ഓരോ വീടിന് ഓരോ സ്ഥലത്തിനും. വള്ളിയാങ്കാവില്ലേ, വള്ളിയാങ്കാവ്, അത് വള്ളിയേൽ വന്ന് എന്താ പറയുന്നത്, ദേവി വന്ന് പാത്തിരുന്ന സ്ഥലമാണ്. വള്ളിയേൽ ആടി വന്ന് അങ്ങനെയാണ് അതിന്. ഹായ്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഹായ്. നല്ല കാഴ്ചകൾ ഞങ്ങളുടെ യാത്രയിൽ കാണിക്കും ഞങ്ങള്. അതെ, ഒന്നും കഴിച്ചില്ല ഗൈസ്. അത് കാരണം തേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുവാണ്. അച്ഛൻ വെളിയിലോട്ട് പോയി. ഞങ്ങളെല്ലാവരും കൂടി ഇതെവിടെ സ്ഥലം? പൂപ്പള്ളിയിൽ ഒരു ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. കല്യാണ സ്ഥലത്ത് വന്നു. ദേണ്ട ഞങ്ങളുടെ ശങ്കരൻ ജുബ്ബയൊക്കെ ഇട്ട് നിൽക്കുന്നു. ഞങ്ങളുടെ അഞ്ജന സുന്ദരി കുട്ടിയായി. സാരിയൊക്കെ എടുത്തപ്പോൾ വലിയ കുട്ടിയായി.
തേണ്ടിരിക്കണോ കൊച്ചമ്മ. അയ്യോ ഇവിടെ ചേരുന്നോ കല്യാണ മണ്ഡപം എല്ലാം റെഡി. ഇതാണ് ഞങ്ങളുടെ കൊച്ചമ്മ. ഞങ്ങളുടെ കൊച്ചമ്മയാണിത്. കൊച്ചമ്മയുടെ ചേച്ചിയുടെ മോടെ കല്യാണത്തിനാണ് വന്നേക്കുന്നത്. വേണ്ടത് കൊച്ചമ്മയുടെ മകൾ, എൻ്റെ നാത്തൂൻ അഞ്ജന, എൻ്റെ നാത്തൂനൻ. ഇതാണ് ഞങ്ങളുടെ ശങ്കരൻകുട്ടൻ, എൻ്റെ അമ്മയും അഞ്ജനയും കൂടെ. നിന്റെ അടിപൊളി ഡാൻസ് ആയിരുന്നു. കാലാ കശ്മാ അടിപൊളിയായിട്ട് ഒരുങ്ങി എല്ലാവരും റെഡി ആയിരുന്നു. കല്യാണ പെണ്ണ് ചെറുക്കനും വന്നിട്ടില്ല, വന്നിട്ട് കാണിക്കാം. കല്യാണ പെണ്ണ് സുന്ദരിക്കുട്ടി. അച്ഛൻ ദക്ഷിണ വാങ്ങാണ്. ടെൻഷൻ ഉണ്ടോടി? ചെറുതായിട്ട് ടെൻഷനുണ്ട്. തൊപ്പിയൊക്കെ വാങ്ങിച്ച ആളെ വെക്കത്തില്ല. ചക്കര പഞ്ചാരയാണ്. ഹലോ ഹലോ, അവിടെ ചിരിച്ചു കേട്ടോ, ചിരിച്ചു. കല്യാണവും സദ്യയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. ഞങ്ങൾ ഇനിയിപ്പം ബീച്ച് കാണാൻ പോവാണ് അല്ലേ? അതെ, ഈ നട്ടപ്ര വെയിലത്താണ് നമ്മൾ ബീച്ചിൽ പോകുന്നത്. കട്ട്ലറ്റ്, തണുത്ത വെള്ളവും. തണുത്ത വെള്ളം ഞങ്ങൾ വിളിച്ച് പറയുന്നതിന് മുന്നേ ഏട്ടൻ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. തൊട്ട അലിഞ്ഞു പോകുന്ന സൈസ്, അലിഞ്ഞു പോകുന്ന കട്ട്ലറ്റ്. അതുകൊണ്ടാണ് ചൂടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചൂടോടെ ആദ്യമായിട്ടാ കട്ട്ലറ്റ് ചെയ്യുന്നത്. ആ ചൂട് എന്നെ പൊന്നെ. ബീച്ചിന്റെ ഏരിയയിൽ വന്നു, പക്ഷേങ്കിൽ എന്തോ ചെയ്യാനാ, ഭയങ്കര വെയില. ഈ വെയിലത്ത് ഇതാത്തോട്ടൊക്കെ ഇറക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ കരിഞ്ഞു പോകും. ഒന്നും പറ്റുന്നില്ല, ഈ വെയിലത്ത് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അതെ, പൊരി വെയിലത്ത് അങ്ങോട്ട് നോക്കൂ, ആൾക്കാർ കപ്പിൾസ് എന്നൊക്കെ പറയേണ്ടി വരും. അതെ, തരാം. ആ കാണുന്ന കടലെന്ന്. അല്ല, നമ്മൾ മറ്റേ അവിടെ പോവാണെങ്കിൽ നല്ലതാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത്. വേറെ എവിടെ ഇച്ചിരി വെയിലാറാതെ വെച്ചിട്ടൊന്നും വരാൻ പറ്റും. അതല്ലടി, മറ്റേ കൊച്ചമ്മയൊക്കെ പറഞ്ഞില്ലേ, ചിറ്റയൊക്കെ പറഞ്ഞില്ലേ, കുമ്പോളി. ചൂടത്തിറങ്ങണോ? വേണ്ട.
നോക്കേ മോനെ പച്ചപ്പും പരവതാനിയും പിരിച്ച നോക്കു നീ കണ്ടോ ഇതൊക്കെ കാണു നീ കണ്ടോ ഈ വഴിയല്ല ഈ വഴിയല്ല ഈ വഴിയല്ല ഈ വഴി തനി വഴി വഴി തനി ഈ വഴിയല്ല ഇത് കഴിഞ്ഞുള്ള അങ്ങോട്ട് കിടന്നു യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. അമ്മ കുഞ്ഞുമായിട്ടിരിക്കുന്നു, ചിറ്റ തോണ്ട് നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ എവിടാ അമ്മ? ടെർമിനൽ, കൈനഗിരി ടെർമിനൽ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ബോട്ടയിൽ കയറിയിരിക്കുവാണ്. കുഞ്ഞാപ്രി ഇവിടെ ബോട്ടയിൽ നമ്മൾ കിടത്തിയേക്കുവാണ്. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. ഇടൂ, ചിറ്റയുണ്ട്, എല്ലാരും ഉണ്ട്. ഏട്ടാ പറഞ്ഞു അച്ഛാ അബി. നമ്മളപ്പം നമ്മള് നേരെ പോയത് കല്യാണം കഴിഞ്ഞിട്ട് കടല് കാണാൻ പോയപ്പോഴത്തേനും ഭയങ്കര വെയിലായിട്ട് വീട്ടിൽ പോകാൻ നിന്ന് എന്നെ കൈനഗിരി ടെർമിനൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് ഞങ്ങൾ ചിറ്റയാണ്. ചിറ്റ പറഞ്ഞില്ല, പൂപ്പള്ളി വഴി പോയാൽ എന്തോ കാണാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന. എല്ലാവരും പറഞ്ഞു ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന്. അപ്പൊ എന്താണെന്ന് അറിയണമല്ലോ. അപ്പം പുത്രൻ പറഞ്ഞു എവിടെയാ പോണ്ടേ ചിറ്റേന്ന് ചോദിച്ചു. എന്നാ ഇങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അവൻ ഇപ്പൊ എന്നെ പറയാത്ത തെറിയൊന്നുമില്ല. പക്ഷെ അടിപൊളി വ്യൂ നേരിട്ട് പറയാൻ പറ്റത്തോട്ടും പക്ഷെ അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ നിങ്ങളെ ഇവിടെ എല്ലാം കാണിക്കും ഞങ്ങള്. പൊളിയാണിത്. അതെ അതെ, നമ്മളിപ്പോ കായൽ ബോട്ടെ കയറി. സജിച്ചേട്ടന്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ചേട്ടനാണ് ഞങ്ങളെ കാഴ്ചകളെ കാണിക്കുന്നത്. ഒരു ബോട്ട് പോകുന്നുണ്ട്, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുഞ്ഞുള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ചക്രപ്പുന്നാരിയുടെ കിടത്തം കണ്ടോ? കടല് കണ്ട് തിരിച്ചു പോകാന്നൊക്കെ വിചാരിച്ചു വന്നാണ്. പിന്നെ ഇപ്പൊ എല്ലാരും കൂടെ ഉണ്ട്, ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ട്. ഇങ്ങനെയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അത് ആദ്യമായിട്ടാണ് ഈ സംഭവം അല്ലേ? ഞങ്ങള് ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഇതങ്ങ്. ഇനി എന്നും ഞങ്ങൾ ഇത് പറയാമല്ലോ, എന്തെന്ന് പറയാമല്ലോ, നമുക്കിതെന്നും പറയാമല്ലോ. പിന്നെ വലുതാകുമ്പോ ഇവര് കാണിക്കാമല്ലോ. അതെ 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 അതെ. ഞാനും ബോട്ടെ കയറിയിട്ടുണ്ട് കുഞ്ഞില്. ബോട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും പോയിട്ടില്ല ജീവിതത്തിൽ. അതെ, 1 മണിക്കൂർ കായൽ ചുറ്റി കറങ്ങി ടെർമിനൽ കാണിക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ അവൻ നമ്മളെക്കാട്ട് ഹാപ്പിയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ചക്കെടുപ്പുണ്ണാരും ഏറ്റവും കൂടുതൽ സന്തോഷം അവനാണ്. അവരെ സംബന്ധിച്ച് ഇനിയും വരുമ്പോ ഫോൺ നമ്പർ തന്നാൽ മതി. ഞങ്ങൾ ആൾക്കാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാം. ആൾക്കാരെ ഞങ്ങൾ നടക്കാൻ പറ്റുമോ? ഹായ് പറയടാ. അബി എങ്ങനെയുണ്ട്? അബി അച്ഛ എങ്ങനെയുണ്ട്? അച്ഛാ ഈ ചേട്ടൻ്റെ ബോട്ടയിലാണ് നമ്മൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സജി എന്ന് ചേട്ടൻ്റെ പേരല്ലേ. അപ്പോൾ കൈനഗിരിയിൽ ടെർമിനൽ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സജിച്ചേട്ടൻ്റെ ബോട്ട് നമ്മൾ പ്രിഫർ ചെയ്യുവാണ്. വളരെ സേഫായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് ചേട്ടനോട് പറഞ്ഞു കുഞ്ഞുണ്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വളരെ സേഫായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വളരെ സേഫായിട്ടാണ് കുഞ്ഞുപ്പി തന്നെ കിടക്കുന്നു. ബോട്ടും കൂട്ടിമുട്ട് പോയില്ലായിരിക്കും. നമുക്ക് അവിടെ ആവട്ടെ പോകേണ്ടത്. കണ്ടോ, അതാണ് ടെർമിനൽ. കണ്ടോ, അതാണ് ടെർമിനൽ. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. യോഗം വേണം. അങ്ങനെ നമ്മൾ ടെർമിനലിൽ വന്നിരിക്കുവാണ്. തേണ്ട അമ്മയെ ചുറ്റി എല്ലാവരും ഉണ്ട്. അവിടെ ആണ്ട് ഫോട്ടോ എടുപ്പും പരിപാടി നടക്കാണ്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ടെങ്കിലും അല്ലേ അമ്മേ, നല്ല ഒരു സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. തുറന്ന് പറയാമല്ലോ. അപ്പൊ ഇത്രയും നേരം കായലിൽ നമ്മളൊരു ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഞാൻ കൊച്ചിന് ഭാഗ്യം. എല്ലായിടത്തും പോയി. ഇവരുണ്ടായി പിന്നെ ഇപ്പൊ എല്ലായിടത്തും വരെ കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. വഴക്കൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നല്ല രസമുണ്ട് എല്ലായിടം കാണാനായിട്ട്. ഇവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് വരണം. ആലപ്പുഴ വരുമ്പോൾ ഇവിടെ വന്ന് കാണാൻ നല്ല. ഞങ്ങൾ ഇത്ര ചിന്തിച്ചില്ല. അത് ഇത്രയും നേരം നമ്മൾ കായലിൽ കൂടെ ഇങ്ങനെ വട്ടം അടിച്ച് ബോട്ടിൽ വന്ന് ലാസ്റ്റ് ടെർമിനൽ വന്നു. ഇനി നമ്മൾ തിരിച്ച് 600 രൂപ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. മേടിച്ചില്ല, ചെന്ന് കഴിഞ്ഞിട്ടേ വാങ്ങിക്കത്തുള്ളൂ.
എന്തായാലും നമ്മൾ 8 പേരുണ്ട്, 8 പേർ കൂടെ 600 രൂപ. ഇങ്ങനെ കഴിക്കാന് കുടിക്കാനും അതെ, ഇവിടെ എല്ലാം അവിടുത്തെ കാണിക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ ഓരോന്നും നമുക്ക് വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഓരോ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഉപ്പിലിട്ടത് അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ താണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസ് എടുക്കുന്നുണ്ട്, സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പം നല്ലൊരു സ്പോട്ടാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി, ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല സ്പോട്ടാണെന്ന് പറയുന്നു. അപ്പം ആലപ്പുഴ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൈനഗിരി വരുവാണെങ്കിൽ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് എല്ലാം കണ്ട് രസമായിട്ട് കായലിൽ കൂടെ റൈഡൊക്കെ നടത്തി നമുക്ക് വീട്ടിൽ പോകാം. അപ്പം എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ വെറൈറ്റി ഒരു സാധനം എഴുതി വെച്ചേക്കുന്നു, മുളയരി സർബത്ത്. അപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്കും അർജുനും അച്ഛനും മാത്രമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ മാത്രം മേടിക്കാൻ പോവാണ്. ബാക്കിയുള്ളവരൊക്കെ വേറെ സാധനമാണ് മേടിക്കുന്നത്. കുടിച്ച് നോക്കിയിട്ട് ചുറ്റും നെല്ലിക്ക സോഡയാണ് മേടിക്കുന്നത്. അപ്പം എന്നാ നോക്കാം, എനിക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് വേണം. ഞാൻ തയ്യാ മുളയരി സർബത്തുണ്ട്. വാഴപ്പിണ്ടി ഇല്ലേ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടാ അങ്ങനെ നമ്മളെല്ലാം തിരിച്ച് ഇവിടെ നിന്ന് പോവാണ്. ബോളിലേക്ക് കയറുവാണെങ്കിൽ നമ്മൾ കയറിയ സ്ഥലത്ത് ഇവിടെ കൊണ്ട് നടക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം പറയാം. പരിപാടിയൊക്കെ ക്ലോസായി, ഞങ്ങളെല്ലാവരും ടയേർഡുമായി, കുഞ്ഞാപ്രിയും ടയേർഡായി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ കൈനഗിരിയിലാണ് നിൽക്കുന്നത്. നേരെ വണ്ടിയെ കയറുക, ടാറ്റ പറയുക, വീട്ടിൽ പോവുക. അപ്പം കുടുംബം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. നമ്മളിപ്പം കല്യാണത്തിന് പോയി വഴി ബീച്ചിൻ്റെ സൈഡിൽ പോയി, അവിടെ നമ്മൾ തിരിച്ചിട്ട് കൈനഗിരി പൂപ്പള്ളി വഴി വന്ന് ഇവിടെ നമ്മൾ ടെർമിനൽ കണ്ടു, ബോട്ടേ കയറി അടിച്ചു പൊളിച്ച് നല്ല ഒരു എൻജോയ്മെൻ്റ് ഉള്ള ദിവസമായിരുന്നു ഇന്ന്. പിന്നത്തെ ഏകദേശം ഒരു എനർജി മൊത്തം ഇവിടെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.